ഇലക്ഷൻ വൈബ്സ് ആണ്. രാജ്യമെങ്ങും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലാണ്. കേരളം ചൂട് കാലാവസ്ഥയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായി നിലനിൽക്കുന്ന സംസ്ഥാനത്ത്. ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂട് വിവരങ്ങൾ ആദ്യം നമ്മൾ തേടുന്നത് പാലക്കാട് ജില്ലയിൽ നിന്നാണ്. പാലക്കാട്, ആലത്തൂർ എന്നീ രണ്ട് മണ്ഡലങ്ങളിലെ വിശേഷങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനും ആർ കിരൺ ബാബുവും ചേരുന്നു ഇലക്ഷൻ വൈബ്സിൽ. രഞ്ജിത്ത് ആൻഡ് കിരൺ ബാബു, പാലക്കാട് സവിശേഷമായിട്ടുള്ള ചൂടുള്ള സ്ഥലമാണ്. അത് കൊടും ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചൂടും ആ രീതിയിൽ തന്നെയാണ് പോകുന്നത്. നമസ്കാരം. ഞങ്ങൾ ഇന്നുള്ളത് പാലക്കാട് മണ്ഡലത്തിലാണ്. പാലക്കാട് ആലത്തൂരുമായാണ് 2 ദിവസം ന്യൂസ് 18 ഗോധ സംഘമുള്ളത്. കാരണം പാലത്തൂർ നമുക്കറിയാം, പാലക്കാട് വലിയ തെരഞ്ഞെടുപ്പ് ചൂടുള്ള, വലിയ കനത്ത ചൂട് അല്ലാതെ തന്നെയുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന മണ്ഡലങ്ങളിലൊന്നാണ്, ജില്ലകളിലൊന്നാണ് പാലക്കാട്. അതിനൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും ശക്തമായി തന്നെയുള്ള ഒരു മണ്ഡലമാണ്. ത്രികോണ പോരാട്ടത്തിന്റെ പ്രതീതി കൂടി ജനിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളതാണ്. കാരണം സിറ്റിംഗ് എം പി ശ്രീകണ്ഠൻ ശക്തനായ ജനകീയനായ നേതാവായി, ഒരു MP ആയി പാലക്കാടിന്റെ മണ്ഡലം ഉണ്ട്. മറുവശത്ത് വളരെ പ്രധാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വിജയരാഘവനെ പോലെയുള്ള ഒരാളെ അവതരിപ്പിച്ച് CPM ശക്തമായ മത്സരത്തിന് കളമൊരുക്കിയ ഒരു മണ്ഡലം കൂടിയാണ്. സി കൃഷ്ണകുമാർ എന്ന BJP-യുടെ ജനകീയനായ നേതാവ് മലമ്പുഴ മണ്ഡലത്തിലടക്കം മത്സരിച്ച് 2ാം സ്ഥാനത്ത് എത്തിയ, ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ ചിരപരിചിത നേതാവിനെ അവതരിപ്പിച്ച് BJP വോട്ട് ഷെയർ അടക്കം വർദ്ധിപ്പിക്കാനുള്ള വലിയ ശ്രമം കൂടി നടത്തുന്ന ഒരു മണ്ഡലമാണ്. പ്രധാനമന്ത്രിയും ഏറെ താല്പര്യത്തോടെ കാണുന്ന BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പിന്റെ ചൂട് ശക്തമായി തന്നെ ആഞ്ഞടിക്കുന്ന മണ്ഡലമാണ് പാലക്കാട് എന്നുള്ളതാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ചിത്രം അത് ഇന്നിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ പെരുന്നാൾ ദിനമാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമല്ല. പലരും അവരുടേതായ പേഴ്സണൽ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്ന ദിവസം കൂടിയാണ്. നമ്മൾ രാവിലെ മുതൽ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ഒന്ന് കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പലരും വിമുഖത കാട്ടുന്ന ഒരു ദിവസമാണ്, പെരുന്നാൾ ദിവസമാണ്. നമുക്കറിയാം ഈ മേഖലയൊക്കെ പെരുന്നാളിലേറെ പ്രാധാന്യമുള്ള ഒരു മേഖല കൂടിയാണ് എന്നുള്ളതാണ്. നമുക്ക് പാലക്കാട്ടെ ചിത്രത്തിലേക്ക് ഒന്ന് പോകാം. കിരൺ കൂടി എൻ്റെ കൂടെ ചേരുന്നുണ്ട്. കിരൺ, പാലക്കാട് നമുക്ക് ചുവപ്പ് കോട്ട എന്നൊക്കെ പറയാം ഒരു പരിധിവരെ. പക്ഷെ അപ്പോഴും ശ്രീകണ്ഠന്റെ വിജയം ഉണ്ടായിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥികൾ പലതവണ വിജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇത്തവണ എങ്ങനെയാണ് കാര്യങ്ങൾ പൊതുവെ? രഞ്ജിത്ത്, പാലക്കാട് ചുവപ്പ് കോട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ വേണമെങ്കിൽ അങ്ങനെയും പറയാം. EK നായനാരെയും AKGM പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പാർലമെന്റിലേക്ക് പോയ ഒരു മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ തവണ ഇവിടെ വിജയിച്ച ആൾ NN കൃഷ്ണദാസ് ആണ്. NN കൃഷ്ണദാസ് 4 തവണ തുടർച്ചയായി ഇവിടെ MP ആയിരുന്നു. 3 തവണ MP ആയിരുന്ന VS വിജയരാഘവനാണ് യഥാർത്ഥത്തിൽ പാലക്കാട് ഏറ്റവും കൂടുതൽ തവണ മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി. 3 തവണ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ 4 തവണ അദ്ദേഹം പരാജയപ്പെട്ടു. തുടർച്ചയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയൊക്കെ VS വിജയരാഘവനായിരുന്നു. ഇവിടെ പാലക്കാട് കൃഷ്ണദാസിന്റെ 4 തവണത്തെ വിജയം, അതിനുശേഷം 2 തവണത്തെ MP രാജേഷിന്റെ വിജയം, അതിനുശേഷമാണ് കഴിഞ്ഞ തവണത്തെ ഒരു മത്സരത്തിൽ VK ശ്രീകണ്ഠൻ വരുന്നു. സ്വാഭാവികമായും VK ശ്രീകണ്ഠനേക്കാളൊക്കെ കൂടുതൽ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കൊക്കെ അന്ന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർഡം ഒക്കെ ഉണ്ടായിരുന്നത് MP രാജേഷ് ആയിരുന്നു. പക്ഷേ സംസ്ഥാനത്ത് ആകെ വീശിയടിച്ച വലിയൊരു കോൺഗ്രസ് അനുകൂല തരംഗം, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും, ഇതെല്ലാം കൂടി ചേർന്നതോടുകൂടി VK ശ്രീകണ്ഠന് ഒരു വലിയ വിജയമുണ്ടായി. VK ശ്രീകണ്ഠൻ ആ തരത്തിലേക്കൊക്കെ ഇറങ്ങി വലിയ വർക്കും ചെയ്തതാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലെ പോലെ ആലത്തൂരിലേക്ക് വിജയം വലിയ വിജയമായിരുന്നെങ്കിൽ അങ്ങനെയല്ല. പാലക്കാടിലെ വിജയം പോരാടിയുള്ള ഒരു വലിയ വിജയം കൂടിയായിരുന്നു. ഇത്തവണ ഏത് വിധേനയും ഈ മണ്ഡലം തുടർച്ചയായി 6 തവണ ജയിച്ച മണ്ഡലം തിരിച്ചുപിടിക്കണം എന്നുള്ള വാശിയിൽ തന്നെയാണ്. മുമ്പ് 89-ൽ പാലക്കാട് MP ആയിരിക്കും, 91-ൽ VS വിജയരാഘവനെ തന്നെ പരാജയപ്പെടുത്തി MP ആയ ആളാണ്. അതിനുശേഷം VS വിജയരാഘവനോട് പരാജയപ്പെട്ടതാണ് A വിജയരാഘവൻ. ഒരു പരാജയവും ഒരു വിജയവുമുള്ള A വിജയരാഘവൻ എന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളെ തന്നെ രംഗത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ പാർട്ടി മിഷണറി ഏറ്റവും ശക്തമായി തന്നെ താഴെത്തട്ട് മുതൽ നമുക്ക് പ്രവർത്തനം കണ്ടെടുത്തെല്ലാം ആ തരത്തിലേക്കുള്ള ഒരു വലിയ വർക്ക് പാലക്കാട് നടക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അത്രത്തോളം വർക്ക് നടക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. പ്രത്യേകിച്ച് ഷാഫിയൊക്കെ തൊട്ടടുത്ത മണ്ഡലത്തിലേക്ക് വന്നതോടുകൂടി യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തനമൊക്കെ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് 2 പേർക്കും ഉള്ള ഒരു പ്ലസ് പോയിന്റുകളുണ്ട്. ശ്രീകണ്ഠന് ഏറെ ജനകീയനായ സാധാരണക്കാർക്കടക്കം സമീപിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു പ്ലസ് പോയിന്റ് VK ശ്രീകണ്ഠൻ. അപ്പോൾ പാർട്ടിക്ക് വോട്ടിന് അപ്പുറത്തേക്ക് ആ തരത്തിലെ വോട്ട് കൂടി ചിലപ്പോൾ ശ്രീകണ്ഠന് വരാം. A വിജയരാഘവനെ ആണെങ്കിൽ ഈ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ടതില്ല. തലമുതിർന്ന നേതാക്കളൊക്കെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. AKGM നായനാരെയൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരാൾ വന്ന് മത്സരിക്കുന്നു. മുമ്പ് ജയിച്ചിട്ടുള്ള ആളാണ് ഇവിടെ നിന്ന്. അങ്ങനെ വിജയരാഘവന് സ്വന്തം നിലയ്ക്ക് വോട്ട് ശേഖരിക്കാൻ കഴിയുള്ളതാണ്. ഇവിടെ ഒരു പക്ക പൊളിറ്റിക്കൽ മത്സരമാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായും എഡ്ജ് ഉള്ളത് CPM-നും ഇടതുമുന്നണിക്കും തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകളല്ല യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. പലപ്പോഴും അതിനപ്പുറത്തേക്ക് മറ്റ് ചില താല്പര്യങ്ങൾ കൂടി. സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് എല്ലാ തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചില ഒരു മേൽക്കൈ, സാധാരണഗതിയിലേക്ക് അപ്പുറത്തേക്ക് ഒരു മേൽക്കൈ നേടാറുണ്ട്. കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ ആ ഒരു മേൽക്കൈ ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ പോലെ രാഹുൽ ഗാന്ധി ആദ്യം
ആദ്യമായി സംസ്ഥാനത്തേക്ക് വരുമ്പോൾ കേരളത്തിലൊന്ന് മത്സരിക്കുമ്പോൾ കേരളമാകെ ഉണ്ടാകുന്ന ഒരു വലിയ ഒരു തിരയിളക്കമുണ്ട്. ആ തിരയിളക്കം ഇത്തവണ എത്രത്തോളം ഉണ്ടാകും? അതോടൊപ്പം തന്നെ മത ന്യൂനപക്ഷങ്ങളുടെ വോട്ട്, പ്രത്യേകിച്ച് കരുവന്നൂർ അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെയും ഉന്നയിക്കുന്നുണ്ട്, അത്തരം CPM-നെതിരെയുള്ള വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ ഏറ്റവും പുതിയ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങൾ, CA അടക്കമുള്ള വിഷയം. കേരള സ്റ്റോറി എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഉദ്ദേശ രീതിയിലേക്ക് കത്തിക്കാൻ BJP കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, CA-യുടെ വിഷയത്തിൽ രണ്ട് പാർട്ടികളും ഇടതുമുന്നണിയും വലതുമുന്നണിയും ഒരേപോലെ തന്നെ നിൽക്കുന്നു. മറ്റൊന്ന് മൂന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന C. കൃഷ്ണകുമാറാണ്. C. കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ 2,18,000 വോട്ട് പിടിച്ച സ്ഥാനാർത്ഥി. 2 ലക്ഷത്തിന് മേൽ വോട്ട് ലഭിച്ച ചുരുക്കം ചില മണ്ഡലങ്ങൾ ഒന്നുകൂടിയാണ്. കൃഷ്ണകുമാർ പാലക്കാടും മലമ്പുഴയും ഒക്കെ ശക്തമായ പോരാട്ടം BJP-ക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് കൃഷ്ണകുമാർ കൂടി ചേരുന്നതോടുകൂടി അതിശക്തമായ ഒരു മത്സരത്തിലേക്കാണ്. ഇനി കൃഷ്ണകുമാർ കൂടുതൽ വോട്ട് പിടിച്ചാൽ ആ വോട്ട് ആരുടെ പെട്ടിയിൽ നിന്നാവും പോവുക എന്നുള്ളതൊക്കെ ഏറ്റവും പ്രധാനമാണ്. എന്തായാലും രണ്ട് പാർട്ടികളെ സംബന്ധിച്ചും നിർണായകമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ണ് തന്നെയാണ് ഈ പാലക്കാടിൻ്റേത്. തീർച്ചയായും അതാണ് പാലക്കാടിന്റെ ഒരു ചരിത്രവും രീതിയും ഒക്കെ അങ്ങനെയാണ്. പാലക്കാട് ശക്തമായ പോരാട്ടം ഏതായാലും നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കിരൺ പറഞ്ഞതുപോലെ വിജയം ആർക്കൊപ്പം എന്നുള്ളതൊക്കെ പലവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. ഏതായാലും ചർച്ചയാകുന്ന ഒരുപാട് വിഷയങ്ങൾ പാലക്കാടൻ മണ്ണിലുണ്ട്. ഓരോ ദിവസവും പലവിധ ചർച്ചകൾ ഉയർന്നു വരുന്നുമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലെ സംഭവവികാസങ്ങൾ, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളൊക്കെ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നമ്മൾ ആലത്തൂരേക്ക് ഒന്ന് പോയാൽ, ആലത്തൂരും കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് എന്ന ഒരു അത്ഭുത കുട്ടി, അതായത് പാട്ടും പാടി ജയിച്ചു രമ്യ എന്നായിരുന്നു നേരത്തെ മാധ്യമങ്ങൾ പിന്നീട് വിശേഷിപ്പിച്ചത്. അതൊരു അട്ടിമറി വിജയമായിരുന്നു. PK ബിജുവിനെ പോലെ വളരെ പ്രധാനപ്പെട്ട വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു സ്ഥാനാർത്ഥിയെ, LDF-ന്റെ MP-യെ പരാജയപ്പെടുത്തിയാണ് രമ്യ ഹരിദാസിന്റെ അത്ഭുതം സൃഷ്ടിച്ചത്. തന്റെ വിജയം അതൊരു വൺ ടൈം ബ്ലണ്ടർ ആയിരുന്നില്ല. താൻ വീണ്ടും വിജയിക്കാൻ അർഹയാണ്, MP ആയുള്ള തന്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെയുള്ള ബോധത്തിൽ തന്നെയാണ് രമ്യയുടെ പ്രവർത്തനവും. രമ്യ ജനകീയാണ്, രമ്യയ്ക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ, കോൺഗ്രസിന്റെ ഒരു വലിയ പിന്തുണ രമ്യയ്ക്കുണ്ട്. അങ്ങനെ രമ്യ ഹരിദാസ് അവിടെ മത്സരിക്കുന്നു. മറുഭാഗത്ത് സരസു, TN സരസു എന്ന നിരവധി വിഷയങ്ങളിൽ SFI-ക്കെതിരെയും CPM-നെതിരെയൊക്കെ പോരാടിയ ആളെ BJP-യും മത്സരിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ അപ്പോഴും നേരിട്ടുള്ള പോരാട്ടം സ്വാഭാവികമായും അവിടെ നേരത്തെ പറഞ്ഞ LDF-ഉം UDF-ഉം തമ്മിൽ തന്നെയാണ്. അതെങ്ങനെ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളത് കൂടി നമുക്കൊന്ന് വിലയിരുത്തേണ്ടി വരും. കിരൺ, രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഒരു മന്ത്രിയെ തന്നെ, അത് അസാധാരണമായ ഒരു നീക്കമാണ്. MLA-മാരെയൊക്കെ MP സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കുക, രണ്ടു മുന്നണിയും പലതവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മന്ത്രിയെ തന്നെ മത്സരിപ്പിക്കുക എന്നുള്ളൊരു അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെ ഒരു മന്ത്രി, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിയെ, അതും പ്രത്യേകിച്ച് K. രാധാകൃഷ്ണനെ പോലെ ഒരു ജനകീയനായ മന്ത്രിയെ, മന്ത്രിസഭയിൽ തന്നെ മികച്ച പ്രകടനം മന്ത്രിയായിരുന്ന ഘട്ടത്തിലെല്ലാം കാഴ്ചവെച്ച ഒരാളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ അതിന് LDF-നെ സംബന്ധിച്ച് ആലത്തൂർ അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ആലത്തൂരിന്റെ മുൻരൂപം ഒറ്റപ്പാലം എന്ന് പറയുക, അതിന്റെ ഘടനയൊക്കെ പിന്നീട് മാറിയെങ്കിലും ഒറ്റപ്പാലമായിരുന്നു സംവരണ മണ്ഡലം. ഒറ്റപ്പാലം സംവരണ മണ്ഡലമായിരിക്കുമ്പോൾ KR നാരായണൻ മാത്രമാണ് അവിടെ, മറ്റു ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. തുടർച്ചയായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനവും വിജയവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. PK ബിജു അതിനുശേഷം ഈ ആലത്തൂർ രൂപീകൃതമായ ശേഷം 2009 PK ബിജു മത്സരിച്ചു. PK ബിജു 2 തവണ അവിടെ വിജയിക്കുന്നു. മൂന്നാം തവണത്തെ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോഴാണ്, കഴിഞ്ഞ തവണത്തെ മത്സരത്തിലേക്ക് വരുമ്പോഴാണ് PK ബിജുവിന് പരാജയം സംഭവിക്കുന്നത്. പരാജയം സംഭവിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല PK ബിജുവിന് ഇത്ര വലിയൊരു പരാജയത്തിലേക്ക്. എല്ലാ 7 നിയമസഭാ മണ്ഡലങ്ങളിലും രമ്യ ഹരിദാസിന്റെ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. ഒരു പാലക്കാടൊക്കെ ആണെങ്കിൽ 4-3 4ഇടത്തും ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് MP രാജേഷ് ആണെങ്കിൽ ആലത്തൂരിൽ അങ്ങനെയല്ല. ആലത്തൂരിൽ 7ഇടത്തും ആധികാരിക ജയമായിരുന്നു രമ്യ ഹരിദാസ് നേടിയത്. അന്ന് രമ്യ ഹരിദാസ് ഈ പാട്ടും പാടി പെങ്ങളൂട്ടി ജയിച്ചു എന്നൊക്കെ പറഞ്ഞ്, പ്രത്യേകിച്ച് രമ്യ ഹരിദാസിന്റെ പാട്ടിനെ കുറിച്ചൊക്കെ അന്ന് ചില വിവാദങ്ങളൊക്കെ CPM-ന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില നാക്കുപിഴകൾ, ചില സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പിഴകൾ, ഇതൊക്കെ വലിയ തോതിൽ അധികമായ ഒരു വോട്ടിലേക്ക് സ്വാഭാവികമായും രമ്യ ഹരിദാസിന് വന്നു. രമ്യ ഹരിദാസ് ഇത്തവണ ഒരു വലിയ വെല്ലുവിളി നേരിടുന്നത് CPM-നും ഇടതുമുന്നണിക്കും പാലക്കാടേക്കാൾ അതിശക്തമായ വേരോട്ടമുള്ള, അതിശക്തമായ ശേഷിയുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ. അങ്ങനെ ഒരു സ്ഥലത്ത് ഈ സാധാരണഗതിയിൽ സർക്കാരിനെതിരെ ഉയരുന്ന വികാരങ്ങൾ പോലും ഒരു പരിധിക്കപ്പുറം ബാധിക്കാത്ത, അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു പൊതു രീതിക്കൊക്കെ, അല്ലെങ്കിൽ CPM-നെതിരെ ഉയരുന്ന ആരോപണങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് K. രാധാകൃഷ്ണൻ. അങ്ങനെ K. രാധാകൃഷ്ണനെ പോലെ ആലത്തൂർ, തൃശ്ശൂരും കൂടെ ചേരുന്നതാണ്, തൃശ്ശൂർ 2 മണ്ഡലങ്ങൾ കൂടി ചേരുന്നതാണ് ഈ ആലത്തൂർ മണ്ഡലം. അപ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ചിരപരിചിതനായ, സ്വന്തം നിലയ്ക്ക് വോട്ട് ശേഖരിക്കാൻ കഴിയുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ എതിരാളികടക്കം മാന്യനായ ഒരാളെ അവതരിപ്പിക്കുന്നു. കേരളത്തിൽ എനിക്ക് തോന്നുന്നു CPM ഏറ്റവും കൂടുതൽ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ അവിടെ അതിശക്തമായ പോരാട്ടം. കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കിയാൽ അത് ഇടതുമുന്നണിക്ക് അനുകൂലമാണെങ്കിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും അനുകൂലമായ മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് UDF-നെ സംബന്ധിച്ച് ആലത്തൂർ. ആ വിജയം എന്താവും എന്നുള്ളത് ഇരു മുന്നണികൾക്കും വലിയ ആകാംക്ഷ നൽകുന്ന ഘടകം. അതാണ് പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളുടെ പേര്. ഏതായാലും ഇന്ന് പാലക്കാടും ആലത്തൂർ മണ്ഡലങ്ങളിലായി ഇന്ന് നാളെ
നാളെയും ഞങ്ങൾ ന്യൂസ് 18 ഗോധ സംഘം ഉണ്ടാകും. നാളെയാണ് നമ്മുടെ ഗോധയുടെ ആലത്തൂരിലെ ചിത്രീകരണം ഉണ്ടാവുക. ഇന്ന് അവധി ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ അത്തരമൊരു ഷോ നടത്താനുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നമ്മുടെ ഈ മലബാർ മേഖലയിൽ വടക്കൻ കേരളത്തിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ മറ്റ് സ്ഥാനാർത്ഥികളുടെ അപ്ഡേഷൻസ്, സ്ഥാനാർത്ഥികളെ കാണാനുള്ള ശ്രമങ്ങളൊക്കെ തുടരും. ഏതായാലും ആ പാലക്കാട്ടും ആലത്തൂരും വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നു എന്ന് തന്നെയാണ് നമ്മളതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന സൂചന. ശരി, രഞ്ജിത്തും കിരൺബാബുവുമാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ. ഇനി നമ്മൾ നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ല അധ്യക്ഷ സ്ഥാനം രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ കോട്ടയത്ത് ശക്തി പ്രകടനം നടത്തി നിലപാട് പ്രഖ്യാപിക്കാനാണ് തീരുമാനം. 15-ാം തീയതി സമ്മേളനം നടത്താനാണ് ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ ജോസഫ് ഗ്രൂപ്പ് വിട്ട് പുറത്തു വരുമെന്നും സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കുന്നു. ജി ശ്രീജിത്ത് ഉണ്ട് കോട്ടയത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, വലിയൊരു ശക്തി പ്രകടനമൊക്കെ ആലോചിക്കുന്നുണ്ടോ അദ്ദേഹം? സജി മഞ്ഞക്കടമ്പിൽ തന്റെ രാഷ്ട്രീയ നീക്കം ഇനി എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂടിയാണ് യോഗം വിളിക്കുന്നത്. തന്നോടൊപ്പമുള്ളവരെ കൂട്ടി ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് സജി മഞ്ഞക്കടമ്പിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 15-ന് കോട്ടയത്ത് വെച്ച് ഒരു ശക്തി പ്രകടനം നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഡേറ്റ് സംബന്ധിച്ച് ഒരു അന്തിമമായ തീരുമാനം വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം തന്നെ പാലയിൽ വെച്ച് കണ്ടപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ വ്യക്തമാക്കിയിരുന്നതാണ് താനൊരു ആർക്ക് വോട്ട് ചെയ്യും എന്ന നിലപാട് താൻ വ്യക്തമാക്കും എന്നുള്ളത്. ഫലത്തിൽ അതുതന്നെയാണ് ഇപ്പോൾ സജി ചെയ്യാൻ പോകുന്നതും. എന്തായാലും ഒരു UDF അനുകൂല രാഷ്ട്രീയമായിരിക്കില്ല സജി പറയുക എന്ന് ഏതാണ്ട് വ്യക്തമാണ്. UDFിനോട് പ്രശ്നമില്ല, UDFിലെ ഘടകകക്ഷികളോട് പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും മോൻസ് വിരുദ്ധ വികാരം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ തന്നെ UDF തന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ LDF എന്ന നിലപാട് പറയാനായിരിക്കും സാധ്യത. എന്തായാലും നിലവിലൊരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് സജി എത്തുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു പാർട്ടി പ്രവേശനം എന്ന നിലയിലേക്ക് എത്തുന്നില്ല എന്നാണ് സജിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. അതായത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് LDF ആണ് സജിയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിൽ എന്ന ജനം ചിന്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുക. കേരള കോൺഗ്രസ് എമ്മിലേക്ക് തന്നെ സജി പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ പ്രസാദ് ഉരുൾകുന്നം രാജിവെക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ, ഇതിനു മുൻപ് ഓരോ ദിവസങ്ങളിൽ തനിക്കൊപ്പമുള്ള പല നിയോജകമണ്ഡലം പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ജില്ലാ ഭാരവാഹികൾ, സജി ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ സജി നിയമിച്ച പലരും ഉണ്ട്. സജിക്കൊപ്പം ജോസ് കെ മാണി ഗ്രൂപ്പിൽ നിന്ന് എത്തിയ പലരുമുണ്ട്. അവരെയൊക്കെ രാജിവെപ്പിച്ച് ഇവിടേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സജി ഉന്നയിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അജിത് മുദ്രമലയെ പോലുള്ളവർ ജില്ലാ പഞ്ചായത്ത് അംഗം, അത്തരം ആളുകൾ തന്നെ രാജിവെച്ച് എത്തും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും. എന്തായാലും ഇതിനിടെയാണ് PC തോമസ് ഇന്നലെ പാലായിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ KM മാണിയുടെ വസതിയിൽ എത്തുകയും ഭാര്യയെ കാണുകയും ചെയ്തു. അത് വ്യക്തിപരമായ സന്ദർശനമെന്ന നിലപാടാണ് എന്ന് PC തോമസ് പറയുകയും എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന ഒരു നിലപാടാണ് എന്ന വിമർശനം ജോസഫ് ഗ്രൂപ്പിലുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് കോട്ടയത്തെ UDF രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കാൻ ഒരു ശക്തി പ്രകടനത്തിനുള്ള ആലോചനയിലാണ് സജി മഞ്ഞക്കടമ്പിൽ എന്ന് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു കോട്ടയത്ത് നിന്ന്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇലക്ഷൻ വൈബ്സ് തുടരുകയാണ്. SDPI വോട്ടിൽ UDF നിലപാട് തന്നെയാണ് RSPക്കുമെന്ന് AASIS താൻ പറയുന്നതാണ് പാർട്ടിയുടെ നിലപാട്. NK പ്രേമചന്ദ്രൻ പറഞ്ഞതിൽ പാർട്ടി നിലപാടിൽ നിന്ന് ഭിന്നമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അക്കാര്യം സംസാരിക്കും. LDF ഇട്ടതുകൊണ്ടാണ് RSPക്ക് സംസ്ഥാന പാർട്ടി പദവിയുള്ളത്. RSP ഒറ്റയാൾ പാർട്ടിയല്ല. ഷിബു ബേബി ജോൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് അതുകൊണ്ടാണ്. ബംഗാളിലും ത്രിപുരയിലും CPMന് സംഭവിച്ചതേ കേരളത്തിൽ RSPക്കും സംഭവിച്ചിട്ടുള്ളൂവെന്നും AASIS ന്യൂസ് 18നോട് പറഞ്ഞു. UDFിന്റെ നിലപാട് RSPയുടെ നിലപാട്. UDFിന്റെ ഭാഗമല്ലേ RSP. ഇപ്പോൾ RSPക്ക് പ്രത്യേക ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ. UDFിന് തീരുമാനമെടുത്ത് SDPIയുടെ ഔദ്യോഗികമായി ഒരു വർഗീയ പാർട്ടി എന്നുള്ള അവരുടെ വോട്ട് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ അൺകണ്ടീഷനായിട്ട് ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ ഞങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പിന്തുണ വേണ്ട.
എന്നാൽ ആർക്ക് വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് വേണ്ടാന്ന് ഞങ്ങൾ പറയും. എന്താണ് NK പ്രേമേന്ദ്രൻ പറഞ്ഞതെന്ന് ഞാനെങ്ങനെ അറിയും? നിങ്ങൾ പറയുന്നത് ഞാനങ്ങ് വിശ്വസിച്ചാൽ മതിയാ? അത് എന്തുവാണ് നിങ്ങളിങ്ങനെ പറയാൻ കാരണമെന്ന് ഞാൻ ചോദിച്ചോളാം. അതല്ലാതെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ലയോ എന്നുള്ളതൊന്നും അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ പറയുന്നതാണ് ക്ലാരിറ്റി. ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറല്ലേ. ഞാൻ പറയുന്നതാണ് ക്ലാരിറ്റി. ആ ക്ലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന UDF എടുക്കുന്ന തീരുമാനമാണ് ഞങ്ങൾക്കും ബാധകം. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും, ഒരു സംശയവും വേണ്ട. മത്സരിക്കുന്ന എതിർ സ്ഥാനാർത്ഥിക്ക് പോലും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. കലാകാരന്മാരുടെ കാര്യം ശരിയാണ്. അത് കലാകാരന്മാർ നാടകത്തിൽ അഭിനയിക്കാം, സിനിമയിൽ അഭിനയിക്കാം, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ പാർലമെൻറ്റ് പോകാൻ അവർ യോഗ്യരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പാർലമെൻറ്റിൽ പോകേണ്ടത് പ്രേമേന്ദ്രനെ പോലുള്ള രാഷ്ട്രീയക്കാരനാണ്. പാർലമെൻറ്റിൽ കഴിഞ്ഞ 4 പ്രാവശ്യമായിട്ട് കൊല്ലം പാർലമെൻറ്റിനെ പ്രതിനിധീകരിച്ചിരിക്കുന്ന NK പ്രേമേന്ദ്രൻ നമ്പർ 1 എന്ന നിലയിൽ 543-ൽ 1-ാം നമ്പറുകാരനാണ്. 1-ാം റാങ്ക് കിട്ടിയ ആളാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുത്തത്. യെച്ചൂരി ഉൾപ്പെടെയുള്ള കമ്മിറ്റിയാണ് തീരുമാനിച്ച് കൊടുത്തിട്ടുള്ളത്, പുരസ്കാരം കൊടുത്തത്. അങ്ങനെയുള്ള ഒരാൾ പോകണോ, അതോ ഈ കലാകാരന്മാർ 2 ആളുകളിൽ പോയി, ഒന്നൊരു കോമഡി നടനും മറ്റേ 2 കോമഡിക്കാരായിരുന്നു, അവർ പോകണമെന്ന് ജനം തീരുമാനിക്കേണ്ടതാണ്. 4 പ്രാവശ്യം ജയിച്ച കൂട്ടത്തിൽ ആദ്യം പ്രേമേന്ദ്രനെ എതിർത്തത് ഇന്നത്തെ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള MA ബേബിയായിരുന്നു. MA ബേബി എന്ന് പരാജയപ്പെട്ടു. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന KN ബാലഗോപാലനായിരുന്നു മത്സരം. 1,47,000 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ബാലഗോപാലൻ പരാജയപ്പെട്ടത്. ഇത്തവണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ്. RSPയെ സംബന്ധിച്ചിടത്തോളം RSP ഒരു MP എന്നുള്ള നിലയിലാണ് കേരള പാർട്ടിയായത്. അതിനു മുമ്പ് കേരള പാർട്ടിയായിട്ട് പ്രാദേശിക പാർട്ടിയായി, രജിസ്റ്റേർഡ് പാർട്ടിയായിരുന്നു. ഒരു സ്റ്റേറ്റ് പാർട്ടി ആകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു MP വേണം. അല്ലെന്നുണ്ടെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 4 MLA. ഞങ്ങൾക്ക് 4-ലധികം MLA, 6 MLA ഒരിക്കൽ 9 MLA, 2 MP, ഒരു രാജ്യസഭാ മെമ്പർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പല കാരണങ്ങളാൽ ഇപ്പോൾ ബംഗാളിൽ CPM എങ്ങനെ ഇല്ലെന്നായോ, അതുപോലെ തന്നെ ത്രിപുരയിൽ CPM എങ്ങനെ ഇല്ലെന്നായോ, അവിടെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലാണ് RSP, ബംഗാളിലും ത്രിപുരയിലും. അതുപോലെ കേരളത്തിലും ക്രമേണ ഞങ്ങളുടെ പാർട്ടിയിൽ ചില കാലഘട്ടങ്ങളിലുണ്ടായ ഭിന്നിപ്പിൻ്റെ ഒക്കെ ഫലമായിട്ട് പഴയകാല പ്രതാപം ഉണ്ടെന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ ആകെ ഇപ്പം ഞങ്ങൾ മത്സരിക്കുന്നത് അസംബ്ലി സീറ്റ് 5 സീറ്റിലാണ്. ആ 5 സീറ്റിൽ മത്സരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് LDF-ൽ നിന്നാണ്, LDF പിന്നെ ഘടകകക്ഷിയായിരിക്കുമ്പോഴാണ് 5 സീറ്റിൽ മത്സരിച്ചത്. അപ്പോഴാണ് LDF-ൻ്റെ നേതൃത്വം ഞങ്ങളുടെ പാർലമെൻറ്റ് സീറ്റ് അവരങ്ങ് എടുത്തത്. പ്രേമേന്ദ്രൻ ജയിച്ചിരുന്നതാണ് ആ കാലഘട്ടത്തിൽ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രേമേന്ദ്രൻ ജയിച്ചതായിരുന്നു. ആ പാർലമെൻറ്റ് സീറ്റ് അവരങ്ങ് എടുത്തു. പാർലമെൻറ്റ് സീറ്റ് നഷ്ടപ്പെടുത്തി. പാർലമെൻറ്റ് സീറ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ്, പ്രേമേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് നൽകി. രാജ്യസഭയുടെ കാലാവധി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാജ്യസഭയും ഇല്ല, ലോക്സഭയും ഇല്ല. അപ്പം ഞങ്ങൾ അന്ന് പോലെ നിരന്തരമായി ആവശ്യപ്പെടുകയായിരുന്നു, ലോക്സഭാ സീറ്റ് ഞങ്ങൾക്ക് തിരിച്ചു തരണം. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് പാർട്ടിയുടെ കേരള ഘടകത്തിൻ്റെ ഒരു സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ അംഗീകാരം നിലനിർത്താൻ വേണ്ടി പാർട്ടി എന്നുള്ള നിലയിൽ തിരിച്ചു തരണം. അവർ തിരിച്ചു തന്നില്ല. 1-2 തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് തരാതിരിക്കുകയും പാർലമെൻറ്റ് സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കാതിരിക്കുകയും P. രാജേന്ദ്രനെ അവർ സ്ഥാനാർത്ഥിയാക്കി. അന്ന് ഞങ്ങൾ LDF-ൽ തന്നെയായിരുന്നു 2 പ്രാവശ്യം. LDF-ൽ നിന്നുകൊണ്ട് രാജേന്ദ്രനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷേ പിന്നീട് പല പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഞങ്ങളുടെ സീറ്റ് തിരിച്ചു തരാതായപ്പോൾ
പാർട്ടി അണികളിലുണ്ടായ വികാരം. ഇങ്ങനെ തുടരാൻ പറ്റില്ല. തുടർന്നാൽ നമ്മൾ നാമാവിശേഷമാകും. അതുകൊണ്ട് സീറ്റ് തിരിച്ചു വന്നില്ലെങ്കിൽ അന്ന് പാർട്ടി പറഞ്ഞ് ഒറ്റയ്ക്കെങ്കിലും മത്സരിക്കണം. ഞങ്ങൾ പല പ്രാവശ്യം ചർച്ച ചെയ്തു അവരുമായി. ഞങ്ങൾക്ക് സീറ്റ് അവസാന ഘട്ടത്തിൽ അവർ തന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് UDF നിന്നും ഞങ്ങൾക്ക് ക്ഷണം കിട്ടിയത്. അന്ന് മറ്റേ കുറിപ്പ് ജയിച്ചിരുന്നതാണല്ലോ, പീതാംബരക്കുറിപ്പ് ജയിച്ചിരുന്നത്. പീതാംബരക്കുറിപ്പിനെ ഒഴിവാക്കി നിങ്ങളെ നിർദ്ദേശിക്കുന്ന പ്രേമേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ്. VM സുധീരനായിരുന്നു KPC. അവർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ UDFിൻ്റെ ഭാഗമായത്. അങ്ങനെ ഞങ്ങൾ വിജയിച്ചു. തെറ്റാണെന്ന് തോന്നാൻ പറ്റില്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല. അന്ന് മുതൽ ജയിക്കുകയാണ്, ഞങ്ങളെ ജയിപ്പിക്കുകയാണ് UDF. അന്ന് മുതൽ ഞങ്ങളെ ജയിപ്പിക്കുന്നു. ഞങ്ങൾ സ്റ്റേറ്റ് പാർട്ടിയായി, ഒരു MP ആയപ്പോൾ സ്റ്റേറ്റ് പാർട്ടിയായി. ആ സ്റ്റേറ്റ് പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് സൗജന്യമായി കിട്ടും. നേരത്തെ സ്റ്റേറ്റ് പാർട്ടി അല്ലാതെ വന്നപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങും. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ചിഹ്നമില്ല. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഓട്ടോറിക്ഷയാണ് ഇന്നലെ കോട്ടയത്തെ സ്ഥാനാർത്ഥി കൊടുത്തിരിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടിയായി അല്ല, അവർ പ്രാദേശിക പാർട്ടിയായിപ്പോയി, രജിസ്റ്റേർഡ് പാർട്ടിയായിപ്പോയി. സ്റ്റേറ്റ് പാർട്ടി അല്ലാതായ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ MP എന്ന് പറയുന്നയാൾ മാണി ഗ്രൂപ്പിന് വിട്ടതിൽ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല കേരളത്തെ സംബന്ധിച്ച്. എന്ന് മാത്രമല്ല, പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രനെ പോലുള്ള ഒരാൾ പാർലമെൻറ്റിൽ പോയത് അഭിമാനിക്കുന്ന കൂട്ടത്തിലാണ്. പാർട്ടി ജയിക്ക് പഴയ 4 സീറ്റല്ലേ അവർ തന്നുള്ളൂ, ഇപ്പോൾ 5 സീറ്റിലല്ലേ മത്സരിക്കും. ചില കാലഘട്ടങ്ങളിൽ മാറ്റമല്ലേ. ജനങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി തെളിയിക്കേണ്ടത് അടുത്ത വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ പുറത്താക്കും, പരാജയപ്പെടും. ഞങ്ങൾ UDF അധികാരത്തിൽ, RSPക്ക് അതിൽ നല്ല പങ്കാളിത്തം ഉണ്ടാകും. RSPയുടെ പ്രതിനിധി മന്ത്രി സഭയിലേക്കാണ്. അസീസാണ് ഇപ്പോൾ പ്രതികരിച്ചത് MG രേണുകയോട്. 25 ലക്ഷം കോഴ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിൻ്റെ ആരോപണത്തിന് മറുപടിയുമായി അനിൽ ആന്റണി ദല്ലാൽ നന്ദകുമാറിനെ കണ്ടിട്ടുണ്ട്, ചില ആവശ്യങ്ങൾ പറഞ്ഞെങ്കിലും നടക്കില്ല എന്നറിയിച്ചു. ആരോപണം ഉന്നയിച്ച ആൾ സാമൂഹ്യ വിരുദ്ധനാണ്, തെളിവുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ. ദല്ലാളുടെ നീക്കങ്ങൾക്ക് പിന്നിൽ രാജ്യവിരുദ്ധനായ ആന്റണിയാണെന്നും അനിൽ ആന്റണി പറഞ്ഞു. നന്ദകുമാർ തന്നെ നിരന്തരം ശല്യം ചെയ്ത ആളാണ്, ശല്യം സഹിക്കവയ്യാതെ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ആളാണ് നന്ദകുമാർ എന്ന് മനസ്സിലാക്കി തന്നെ കരിവാരിത്തേക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത്. നിയമ നടപടികൾക്ക് പോകാൻ തെരഞ്ഞെടുപ്പ് കാലത്ത് സമയമില്ല എന്നും ഉമാ തോമസിനും PJ കുര്യനും അറിയാമെങ്കിൽ അവരോട് ചോദിക്കൂ എന്നും അനിൽ ആന്റണി പറഞ്ഞു. ദല്ലാൽ നന്ദകുമാർ ആരോപിച്ച പണമിടപാട് സ്ഥിരീകരിച്ച PJ കുര്യൻ പണം തിരികെ വാങ്ങി നൽകാൻ താൻ ഇടപെട്ടിരുന്നു, തുകയും നിയമനകാര്യവും പണം നൽകിയത് എന്തിനാണെന്നും അറിയില്ല, കൈക്കൂലിയാണോ നിയമനത്തിനാണോ പണം വാങ്ങിയത് എന്ന് വ്യക്തമല്ലെന്നും PJ കുര്യൻ പറഞ്ഞു. CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോടാരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ടായി, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5525, പവന് 44,200. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇലക്ഷൻ വൈബ്സ് ഇപ്പോഴിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ BJP